ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് വചനദീപ്തി ഒരുക്കുന്ന ഈ സ്വർഗീയ വിരുന്നിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വട്ടം കേട്ട് തഴമ്പിച്ച ഒരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് വേദികളിൽ മുഴങ്ങിക്കേട്ട ഒരു സംഭവമാണ് ക്ഷമിക്കുന്ന സ്നേഹം. പല പല ധ്യാന കേന്ദ്രങ്ങളിലും മക്കൾ പോയി ധ്യാനമെല്ലാം കൂടി ആ വചനത്തിൻ്റെ വെളിച്ചത്തിലെല്ലാം കേട്ട് ക്ഷമിച്ച് തുടങ്ങുമ്പോഴാണ് സൗഖ്യാനുഭവങ്ങൾ ഉണ്ടാകുക. മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അടുത്ത വചനം 25-ാം വാക്യം പറയുകയാണ്, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക, അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. എന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കപ്പെടുകയില്ല. കർത്താവിൻ്റെ വേർപാടിൻ്റെ സമയമായപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് കർത്താവ് ഈശോ മിശിഹാ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന ആ ഒരു അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ആഴങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ മഹത്വം തിരിച്ചറിയുന്ന, അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും വൈദ്യസഹായം തേടേണ്ടി വരില്ല. കാരണം അതിൽ പറഞ്ഞിരിക്കുന്നത്, പ്രിയപ്പെട്ട, ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8 തവണയാണ് ആ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടായ്മ പ്രാർത്ഥന. 8 വട്ടം ആ കൂട്ടായ്മയെ പ്രഘോഷിക്കുന്നു. 7 പ്രാവശ്യം തരണമേ 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 എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന മനസ്സിലാക്കുമെങ്കിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ, ആ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാക്കുമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് നീ എന്ന് പറഞ്ഞാൽ നീ മാത്രമല്ല, നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കള്, നിനക്ക് ദൈവം തുണയായി തന്ന നിന്റെ ജീവിത പങ്കാളി, ദൈവം നിനക്ക് സമ്മാനമായി തന്ന നിന്റെ മക്കള്, ദൈവം നിനക്ക് തന്ന സഹോദരങ്ങള്, നിന്റെ ജീവിത പങ്കാളിയുടെ സഹോദരങ്ങള്, അവരുടെ മാതാപിതാക്കള്, ഇത്രയും പേരടങ്ങുന്നതാണ് നീ. നിന്റെ കുടുംബം ഓർമ്മ വെച്ച കാലം മുതൽ നിന്റെ കൺവെട്ടത്തൂടെ കടന്നു പോയിട്ടുള്ള ഓരോ വ്യക്തികളും നിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നീ കർത്താവിൻ്റെ മകനായി മകളായി രൂപാന്തരം പ്രാപിച്ചു കഴിയുമ്പോൾ നിന്റെ ചുറ്റുപാടുമുള്ളവരോട് നിനക്ക് ചില കടമകളുണ്ട്, ചില കടപ്പാടുകളുണ്ട്. അവരുടെ മധ്യത്തിൽ ഒരു ദൈവ പൈതലായി നീ ജീവിച്ച് നിന്റെ ജീവിതം അവർ കണ്ട് നിന്റെ കുറവുകൾ നീ പരിഹരിക്കുമ്പോൾ, നിന്നെ കാണുന്നവരുടെ കുറവുകൾ പരിഹരിക്കണമെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന നമ്മൾ എത്രയോ വട്ടം ഒരു ദിവസം പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ആഴം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതിലെ ദൈവസ്നേഹം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതുകൊണ്ടാണ് ആദ്യത്തെ വചനം പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവ് പറഞ്ഞൊരു വാക്യത്തിന് മാറ്റമുണ്ടായിട്ടില്ല. അവൻ പറഞ്ഞത് പ്രവർത്തിച്ചു കഴിഞ്ഞു. നീ ചോദിക്കുന്നത് എന്തും തരുന്നൊരു ദൈവം. മത്തായി 7:7 പറഞ്ഞു, അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും, ചോദിപ്പിൻ, ലഭിക്കുമെന്ന്. അതേ, ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കോരി തരുന്നൊരു ദൈവം. എഫെസസ് 3:20 പറഞ്ഞു, നീ ചോദിച്ചതും നീ ചോദിക്കാൻ ആഗ്രഹിച്ചതും നീ സ്വപ്നം കാണുന്ന പോലും തരുന്നവനാണ് നിന്റെ ദൈവമെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം പറയുന്നു, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിദ്വേഷത്തിന്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷം മൂലം പലരും രോഗികളായി, പലരും മരണത്തിന് വിധിക്കപ്പെട്ടു. അതേ മക്കളെ, അവരിനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ രോഗിയായിത്തീരും. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉയർച്ച, ഏതെങ്കിലും മേഖലയിൽ നിനക്ക് ഉയർച്ച ലഭിക്കണമോ, അവരിനോട് ക്ഷമിക്ക്, നിരുപാധികം ക്ഷമിക്ക്, വ്യവസ്ഥ കൂടാതെ ക്ഷമിക്ക്. ദൈവം നിന്നെ പഠിപ്പിച്ചത് അതാണ്. ആ പാഠം നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുമ്പോൾ, ആ പാഠത്തിന്റെ വെളിച്ചത്തിൽ നീ ജീവിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മുടിനാര് വലിപ്പത്തിൽ നിനക്ക് അവരിനോട് പകയില്ല എന്നുണ്ടെങ്കിൽ നീ ചോദിക്കുന്നതിനേക്കാളേറെ
എൻ്റെ തമ്പുരാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അത് നിന്റെ കയ്യിൽ വന്ന് ഭവിച്ചില്ലെങ്കിൽ നിന്റെ ഉള്ളില് ആരോടൊക്കെയോ മറക്കാനും പൊറുക്കാനും ആവാത്തത് കിടക്കുമ്പോൾ എങ്ങനെ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും? ആ ദൈവാനുഗ്രഹം എങ്ങനെ നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കും? ഓർക്കണം പ്രിയപ്പെട്ടവരെ, പുതിയ നിയമം ആദ്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ ക്ഷമിച്ച് സ്നേഹിച്ചതിൻ്റെ വലിയ അടയാളങ്ങൾ പലതും കാണാം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഏസാവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അവൻ്റെ സഹോദരനായ യാക്കോബ് ഏസാവിന് കിട്ടേണ്ട അനുഗ്രഹം കൂടെ കൈക്കലാക്കിക്കൊണ്ട് അപ്പൻ്റെ അനുഗ്രഹം വാങ്ങി ദാ അമ്മാവൻ്റെ നാട്ടിലേക്ക് പോകുന്ന യാക്കോബ്, അവിടെ അവൻ 10 വർഷം അധ്വാനിച്ചു. ആ സഹോദരന് കിട്ടേണ്ട സൗഭാഗ്യങ്ങള് വഞ്ചനയിലൂടെ ചതിവിലൂടെ സ്വന്തമാക്കിയ യാക്കോബ്, അവൻ ഇതാ അവകാശി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ, ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം, അവകാശി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ അവൻ ഓടുകയാണ്. അമ്മ പറഞ്ഞു ആങ്ങളുടെ നാട്ടിലേക്ക് പൊയ്ക്കോളാൻ. അങ്ങനെ ലാബാന്റെ നാട്ടിലേക്ക് കടന്നുപോയ യാക്കോബ് അവിടെ 10 വർഷം സേവനം ചെയ്തു. 10 വർഷം സേവനം ചെയ്തു. ലാബാന്റെ മക്കളെ 2 പേരെയും അവന് ഭാര്യമാരായി കിട്ടി. അവിടെ തോഴിമാരെ ഉൾപ്പെടെ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ ആയിട്ട് ഈ യാക്കോബ് തിരിച്ചു വരുന്ന ഒരു വരവുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ. ആ തിരിച്ചു വരുന്ന വരവില് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഓർക്കണം, വെറും കുത്തിപ്പിടിക്കാൻ ഒരു വടിയുമായിട്ട് മാത്രമാണ് അവൻ പോയത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ കാണാം, കുത്തിപ്പിടിക്കാൻ ഒരു വടിയുമായിട്ട് അവൻ കടന്നുപോയി. പക്ഷേ അവൻ തിരിച്ചു വരുന്നത് ഏറെ സൗഭാഗ്യങ്ങളും സമ്മാനങ്ങളും സമ്പത്തുമായിട്ട് അവൻ തിരിച്ചു വരുമ്പോ അവൻ അറിഞ്ഞു ഏസാവ് പരിവാരങ്ങളുമായിട്ട് എതിരെ വരുന്നു എന്നോ. ഏസാവ് പരിവാരങ്ങളുമായിട്ട് എതിരെ വരുന്നു എന്ന് കേട്ടപ്പോ യാക്കോബ് വിറയ്ക്കാൻ തുടങ്ങി. യാക്കോബിന്റെ മുട്ട് വിറയ്ക്കാൻ തുടങ്ങി. അവൻ എന്ത് ചെയ്തു? തനിക്ക് കിട്ടിയതിനൊക്കെ 2ആയിട്ട് വേർതിരിച്ചു. എന്നിട്ട് ആദ്യത്തെ ഗണത്തോട് പറയുകയാണ്, ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഏസാവിനെ കണ്ടാൽ പറയണം, ഏസാവിന്റെ കാൽക്കൽ വീട്ട് പറയണം, യാക്കോബ് തന്നുവിട്ടതാണ്, ഇതിന്റെ എല്ലാം അവകാശി അങ്ങാണ് എന്ന് പറയണം, ഞങ്ങളൊക്കെ അങ്ങയുടെ അടിമകളാണെന്ന് പറയണം. അങ്ങനെയെങ്കിലും ഏസാവിന് ഈ യാക്കോബിനോടുള്ള വൈരാഗ്യം മാറട്ടെ എന്നാണ് യാക്കോബ് വിചാരിച്ചത്. ഒടുവില് 2ാമത്തെ ഗണത്തെയും പറഞ്ഞു വിട്ടു. അതിനും പിന്നില് തൻ്റെ മക്കളും തൻ്റെ ഭാര്യമാരും അവരുടെ പിന്നിലായിട്ട് യാക്കോബ് ഏസാവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ അകലെ വെച്ച് ഏസാവിനെ കാണുന്ന യാക്കോബ് തൻ്റെ ജ്യേഷ്ഠന് കിട്ടേണ്ടുന്ന സൗഭാഗ്യങ്ങളൊക്കെ സ്വന്തമാക്കി തോർത്ത് അനുതപിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ഏസാവിനെ കണ്ട് 7 വട്ടം താണു വണങ്ങുന്ന യാക്കോബിനെ നമ്മൾ കാണാം. 7 വട്ടം താണു വണങ്ങി കുമ്പിട്ടാരാധിച്ച് ഏസാവിന്റെ മുൻപിൽ വന്ന് മുട്ടുമടക്കി അവൻ കൈകൂപ്പി നിന്നുകൊണ്ട് കേണപേക്ഷിക്കുമ്പോ ഏസാവ് യാക്കോബിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, മകനെ, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, ഇതെല്ലാം ദൈവം നിനക്ക് സമ്മാനമായി തന്നതാ, ഇതൊന്നും എനിക്കുള്ളതല്ല, നിന്റേതാണ്, നീ എടുക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏസാവിനെ പോലെ ആകാൻ നിനക്ക് കഴിയുമോ? ഏസാവിനെ പോലെ ക്ഷമിക്കുവാൻ നിനക്ക് കഴിയുമോ? ക്ഷമിക്കുന്നില്ല എങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകില്ല. ഇന്ന് നീ രോഗിയാണോ? ഇന്ന് മരുന്ന് നിന്റെ രോഗത്തെ ശമിപ്പിക്കാൻ പറ്റാത്ത പര്യാപ്തമാകാത്ത രീതിയിലാണ് നീ തുടരുന്നതെങ്കിൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നിന്റെ മനസ്സിൽ എന്തോ പകയുണ്ട്. മരുന്ന് നിന്റെ ശരീരത്ത് പ്രവർത്തിക്കാനാവാത്ത വണ്ണം. ഓർക്കണം പ്രിയപ്പെട്ടവരെ, എത്ര അനുഭവങ്ങള് എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്പം ക്ഷമിക്കുമ്പോൾ ഒത്തിരി സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മുടെ പടിവാതുക്കൽ വന്ന് മുട്ടി വിളിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മൾ തിരിച്ചറിയണം. അവൻ പഠിപ്പിച്ചതുപോലെ, അവൻ പറഞ്ഞതുപോലെ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു, ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അതിർത്തിലുണ്ടായിരിക്കണം, അതിൽ പറഞ്ഞിരിക്കുന്നവ രാവും പകലും നീ ധ്യാനിക്കണം, ഇടം വലം വ്യതിചലിക്കരുത്, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. അതേ മക്കളെ, ദീർഘായുസും സൗഭാഗ്യങ്ങളും നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ നീ ക്ഷമിച്ചേ. നിന്റെ മക്കള് പല പരീക്ഷകളിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ? നിന്റെ മക്കളോടടുത്ത് പറ്റിയില്ലേ? പലിശയ്ക്ക് പണമെടുത്ത് കോടികൾ മുടക്കി വിദേശത്തൊക്കെ പോയിട്ട് അവിടെയും ജോലിയില്ലാത്ത നട്ടം തിരിയാണോ? മകനെ, നീ നിന്റെ സഹോദരനോട് ക്ഷമിക്ക്. നീ കാണപ്പെട്ട നിന്റെ സഹോദരനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെ കഴിയും? കർത്താവ് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച ആ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ക്ലാസ്സിലൂടെ പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തില് അബ്രഹാത്തിന്റെ മകനായ ഇസഹാക്ക് അബിമേലെക്കിന്റെ നാട്ടിൽ താമസിക്കുന്ന കാലം അവൻ അവിടെ കൃഷി ഇറക്കി. ദൈവം അവനെ അനുഗ്രഹിച്ചു. ഏറെ സൗഭാഗ്യങ്ങൾ അവന് കിട്ടി. അസൂയ മൂത്ത അബിമേലെക്കിന്റെ ആൾക്കാര് അബ്രഹാത്തിന്റെ കാലത്ത് കുഴിച്ച കിണറ്റിലെ വെള്ളമാണ് ഇസഹാക്കും കൂട്ടരും ആ നാട്ടിൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. 26-ാം അധ്യായം വായിച്ചു വരുമ്പോൾ കാണാം,
അവർ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തൻ്റെ അപ്പനായ അബ്രഹാത്തിന്റെ കാലത്ത് കുടിച്ച കിണറ്റിലെ വെള്ളം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അസൂയ മൂത്ത അബിമലക്കിന്റെ ആൾക്കാരും എന്ത് ചെയ്തു? ഈ കിണർ മണ്ണിട്ട് മൂടി. മാത്രമല്ല, രാത്രിയുടെ യാമങ്ങളിൽ വന്നിട്ട് ഇസഹാക്കിന്റെ കൃഷിയിടങ്ങളെ അവർ നശിപ്പിക്കാൻ തുടങ്ങി, വിളവുകളെ നശിപ്പിക്കാൻ തുടങ്ങി. ഓർക്കണം, ഒരു കർഷകനെ സംബന്ധിച്ച് അവന്റെ അധ്വാനം മുഴുവനാണ് ആ വയലേലകളിലെ ആ കൃഷിയിടങ്ങളിൽ വിളഞ്ഞു കിടക്കുന്ന ആ സൗഭാഗ്യങ്ങളൊക്കെ. അതൊരു കാറ്റില് പെടന്നു വീണാൽ അവന്റെ ഉറക്കം നഷ്ടപ്പെടും. അവന്റെ മക്കളെ കൊല്ലുന്നതിന് തുല്യമാണ് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച്. ഇവിടെ ഒരു കൃഷിക്കാരനായ ഇസഹാക്ക് താൻ അധ്വാനിച്ച് ഫലം കൊയ്യാൻ കാത്തിരുന്ന ആ കൃഷിയിടങ്ങളൊക്കെ ഇതാ അബിമലക്കിന്റെ ആൾക്കാര് രാത്രിയുടെ യാമങ്ങളിൽ വന്ന് നശിപ്പിക്കുന്നു. വിളവുകളൊക്കെ നശിപ്പിച്ചു, വെട്ടിയെറിഞ്ഞു, തീയിട്ട് നശിപ്പിച്ചു. അങ്ങനെ അബിമലക്ക് എന്ത് ചെയ്തു? ഇസഹാക്കിനെ കൂട്ടരെയും അവന്റെ കൃഷിയിടങ്ങളെ ഒന്ന് കാണുവാൻ പോലും അവസരം കൊടുക്കാതെ അവിടുന്ന് അടിച്ചിറക്കി. എല്ലാം നഷ്ടപ്പെട്ട്, തൻ്റെ അധ്വാനമെല്ലാം നഷ്ടപ്പെട്ട് അവൻ നേരെ ഗരാർ താഴ്വരയുടെ മറുവശത്തേക്ക് വരിക. ഗരാർ താഴ്വരയുടെ മറുവശത്ത് വന്ന് കരിമ്പാറ കെട്ടുകളുടെ ഇടയിൽ അവൻ പാറ പൊട്ടിച്ച് അവിടെ കൃഷി ഇറക്കി. അവൻ കർഷകനാണ്. ഒരു കർഷകന് വെറുതെ ഇരിക്കാനാവില്ല. അവൻ ആ മണ്ണില് മല്ലടിച്ചു, അവൻ അവിടെ കൃഷി ഇറക്കി. ദൈവം തമ്പുരാൻ പറയാണ് 26-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ, അക്കൊല്ലം തന്നെ അവൻ അവിടെ 100 മേനി 200 മേനി ഫലം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഈ വേദനയോടുകൂടി ഒന്ന് മറ്റൊരു സ്ഥലത്ത് വന്ന്, നട്ടാൽ കിളിക്കാത്ത ഇടത്ത് വന്ന് അവൻ വിളവ് ഇറക്കി. അവിടെ അവൻ കൃഷി ഇറക്കി. അവൻ അവിടെ ഫലം കിട്ടുന്നു. ഒന്നോർക്കണം, ഇവനെ ഇറക്കി വിട്ട സമയം മുതൽ, ഇവനെ ഇറക്കി വിട്ട ഏതൊക്കെ അവസരത്തിൽ, ഏതൊക്കെ രീതിയിലാണോ ഇസഹാക്കിനെ അബിമലക്കിന്റെ ആൾക്കാർ ദ്രോഹിച്ചത്, അതേ നാണയത്തിൽ അവർക്ക് തിരിച്ചടി കിട്ടുകയാണ്. ലൂക്കാ 6:38 പറഞ്ഞു, കൊടു നിനക്ക് കിട്ടും, അമർത്തിക്കുലുക്ക് നിറച്ചളം നിന്റെ മടിയിലിട്ട് വരും. നീ സ്നേഹം കൊടുത്താൽ നിനക്ക് സ്നേഹം കിട്ടും, നീ അനുഗ്രഹം കൊടുത്താൽ നിനക്ക് അനുഗ്രഹം കിട്ടും. നീ ശാപമാണ് കൊടുക്കുന്നെങ്കിൽ, നീ അവനെ ചതിക്കാനാണ് ശ്രമിക്കുന്നെങ്കിൽ, അതിൻ്റെ അതേ നാണയത്തിന്റെ മറുവശം നീ അനുഭവിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നീ കൊടുക്കുന്നതേ കിട്ടുള്ളൂ, നീ വിതയ്ക്കുന്നതേ കൊയ്യാൻ പറ്റൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അബിമലക്ക് ഇസഹാക്കിനെ ഇറക്കിവിട്ട നിമിഷം മുതൽ അബിമലക്കിന്റെ നാട്ടില് വരൾച്ച ആരംഭിച്ചു. ദാഹജലമില്ലാതെയായി. അപരന്റെ കുടിവെള്ളം നശിപ്പിച്ചപ്പോ അതേ നാണയത്തിൽ അവന്റെ നീർച്ചാലുകൾ പറ്റി. പക്ഷിമൃഗാദികൾ വെള്ളം കുടിക്കാനില്ലാതെ പെടഞ്ഞു മരിക്കാൻ തുടങ്ങി. വലിയ വരൾച്ചയുടെ സമയമായി. കൃഷിയിടങ്ങളെല്ലാം കരിഞ്ഞൊടിഞ്ഞു വീണു. അപരന്റെ കൃഷിയിടങ്ങളെ ഏത് രീതിയിൽ നശിപ്പിച്ചുവോ അതേ രീതിയിൽ പ്രകൃതി പ്രതികരിച്ച് ആ അബിമലക്കിന്റെ കൃഷിയിടങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ അബിമലക്ക് ചിന്തിച്ചു, എന്താണ് ഇതിന് കാരണം? അപ്പോഴവന് മനസ്സിലായി, ദൈവം കൂടെയുള്ളവനെ ഇറക്കി വിട്ടതാണ് തങ്ങളുടെ നാടിന്റെ നാശത്തിന് കാരണമെന്ന് അബിമലക്ക് തിരിച്ചറിഞ്ഞു. റോമ 8:30 പറയുന്നു, വിദൂരത്തിൽ നിന്നെ ഞാൻ വിളിച്ചവർക്ക് നീതീകരിച്ചവർക്ക് മഹത്വപ്പെടുത്താനുള്ളതാ. പ്രിയപ്പെട്ടവരെ, അബിമലക്കിന് തിരിച്ചറിവുണ്ടായി. ദൈവം കൂടെയുള്ളവനെ ദ്രോഹിച്ചതാണ് തങ്ങളുടെ കുടുംബത്തിന്റെ, തങ്ങളുടെ നാടിന്റെ നാശത്തിന് കാരണമെന്ന് അബിമലക്ക് തിരിച്ചറിഞ്ഞപ്പോ അബിമലക്കും പരിവാരങ്ങളും കൂടെ ഇതാ ഇസഹാക്കിന്റെ നാട്ടിലേക്ക് പോവുക. ഇസഹാക്കിന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇസഹാക്ക് അകലെ വെച്ച് അബിമലക്കിനെ കൂട്ടരെ കണ്ടു. അബിമലക്കിനെ കൂട്ടരെ കണ്ടു കഴിഞ്ഞപ്പോ ഇസഹാക്കിന് മനസ്സിലായി, ഇവിടെയും തന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ വരികയാണ്. തന്നെ ഇന്നലെ വരെ സഹായിച്ച ആള്, ഇന്നലെ തന്നെ ഏറെ ദ്രോഹിച്ചവൻ ഇന്ന് വീണ്ടും തന്നെ ദ്രോഹിക്കാൻ വരുന്നു എന്ന് ആ തിരിച്ചറിവുണ്ടായ ഇസഹാക്ക് അബിമലക്കിനടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്നെ ദ്രോഹിച്ച് തല്ലി ഇറക്കിയതും പോരാതെ എൻ്റെ ഇവിടുത്തെ സ്വസ്ഥതയും കെടുത്താനായിട്ട് നിങ്ങൾ വന്നതാണോ? അപ്പോൾ അബിമലക്ക് പറയാണ്, ഇല്ല മകനെ, ഞങ്ങൾ നിന്നെ ദ്രോഹിക്കാൻ വന്നതല്ല, നിന്നോട് ചെയ്ത അപരാധത്തിന് ഓർത്ത് അനുതപിക്കുവാനും അതിന് പ്രായശ്ചിത്തം ചെയ്യാനും ഞങ്ങൾ വന്ന. ഇസഹാക്ക് പറഞ്ഞു, മനസ്സിലായില്ല. അതേ മകനെ, നിന്നെ പോലൊരുവൻ ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചപ്പോ നിനക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയതാണ് ഞങ്ങളുടെ നാട്ടിലെ നാശത്തിന് കാരണമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നെഹമ്യായുടെ പുസ്തകം 9-ാം അധ്യായം എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, ക്ഷമിക്കാൻ സന്നദ്ധനും കൃപാനിധിയും അളവറ്റ സ്നേഹത്തിന് ഉടയവനാണ് അവിടുന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊടുക്കുന്നവനുമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം
22-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, എനിക്ക് നിന്നോടുള്ള കാരണം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അതെ, ഓരോ പ്രഭാതത്തിലും ദൈവം നിന്നെ അകമഴിഞ്ഞ് സഹായിച്ചു, സ്നേഹിച്ചു. ആ സ്നേഹത്തിന് നീ എന്ത് പ്രത്യുത്തരം കൊടുത്തു? നിനക്ക് കിട്ടിയ ആ അനുഗ്രഹങ്ങളൊക്കെ കളഞ്ഞു കുളിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, അബിമേലെക്ക് പറയാണ്, മകനെ, നിന്നോട് ചെയ്ത അപരാധത്തിന് പ്രായശ്ചിത്തം ചെയ്യാനും പരിഹാരം ചെയ്യാനും വന്നവനായ ഞങ്ങള് നിന്നെ ഇറക്കി വിട്ടതാണ് ഞങ്ങളുടെ നാട്ടിലെ നാശത്തിന് കാരണമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നീ ഇറങ്ങിപ്പോന്ന നിമിഷം മുതൽ നിന്നെ ഏതൊക്കെ രൂപത്തിലാണോ ഞങ്ങൾ ദ്രോഹിച്ചത്, പ്രിയപ്പെട്ടവരെ, അത് അബിമേലെക്കിന്റെ ഒരു ഏറ്റുപറച്ചിലായിരുന്നു. ഒന്ന് പശ്ചാത്തപിച്ചുകൊണ്ട്, ചെയ്ത അപരാധങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടുള്ള ഏറ്റുപറച്ചിലായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പഴയതെല്ലാം മറന്ന്, പണ്ട് നിന്നെ ദ്രോഹിച്ചതൊക്കെ മറന്ന്, പണ്ട് നമ്മൾ എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ കഴിയാമെന്ന് പറഞ്ഞപ്പോ ഇസഹാക്കിന് സന്തോഷമായി. തുടർന്ന് വരുന്ന 26-ാം അധ്യായം, അതിന്റെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ തുടർന്ന് വരുന്ന വചനത്തിൽ കാണാം, ഇസഹാക്ക് ബാല്യക്കാരെ വിളിച്ചു കൂട്ടി. എന്നിട്ട് വന്ന അബിമേലെക്കിനെ, തന്റെ ശത്രുവായ അബിമേലെക്കിനെ, തന്നെ ഏറെ ദ്രോഹിച്ച അബിമേലെക്കിനെ വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇസഹാക്കും കൂട്ടരും ആടുമാടുകളെ കൊല്ലുന്നു, ഭക്ഷണം പാകപ്പെടുത്തുന്നു. അബിമേലെക്കിന്റെ ആൾക്കാരും ഇസഹാക്കിന്റെ ആൾക്കാരും ഇന്നലകളിൽ പതിയിരുന്ന് ആക്രമിച്ചു കൊണ്ടിരുന്ന ആൾക്കാര് ഇന്ന് തോളോട് തോൾ ചേർന്നിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, അബിമേലെക്ക് എൻ്റെ ആൾക്കാർക്ക് ഇസഹാക്കും കൂട്ടരും, ഇസഹാക്കും അബിമേലെക്കും ഒന്നു ചേർന്ന് അവരുടെ തങ്ങളുടെ പ്രജകൾക്ക്, തങ്ങളുടെ ആശ്രിതർക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പഴയ ദുഃഖമെല്ലാം മറന്ന് അവരാനന്ദിച്ച് ആനന്ദത്തോട് അവരങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ അകലെ നിന്നൊരു സ്വരം കേൾക്കാം, യജമാനനേ എന്നും പറഞ്ഞൊരു സ്വരം കേൾക്കാം. ആ ഒച്ചകെട്ട ദിക്കിലേക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവര് എല്ലാവരും തല ഉയർത്തി നോക്കുമ്പോൾ അബിമേലെക്കും ഇസഹാക്കും ഓടി വാതിൽ പടിയോളം എത്തിയപ്പോ അകലെ നിന്ന് വേവലാതിപ്പെട്ട് തളർന്ന് ഓടിക്കതച്ച് വരുന്ന ഒരു ബാല്യക്കാരനെ കാണുകയാണ്. ആ ബാല്യക്കാരൻ വാതിൽപ്പടിയിൽ കയറിയപ്പോ അബിമേലെക്കും ഇസഹാക്കും ഓടിച്ചെന്നവന്റെ രണ്ട് തോളത്തും കൈവച്ചിട്ട് ചോദിക്കുകയാണ്, മകനെ, എന്താണ് നീ ഭയപ്പെട്ടത്? എന്തിനെയാണ് നീ ഭയപ്പെട്ടത്? അവന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. തൻ്റെ യജമാനെ ദ്രോഹിച്ച വ്യക്തി ഇതാ തൻ്റെ യജമാനോടൊപ്പം അവൻ അകത്തേക്ക് നോക്കിയപ്പോൾ യജമാന്റെ ആൾക്കാരും തങ്ങളുടെ ആൾക്കാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അവന് കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇതെപ്പോ എങ്ങനെ സംഭവിച്ചെന്നറിയാതെ അവൻ അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ അബിമേലെക്ക് അവന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ മകനെ നീ ഭയപ്പെട്ടത്? ഇസഹാക്ക് ചോദിച്ചു, എന്തു പറ്റി? അപ്പോഴവൻ പറയുകയാണ്, യജമാനെ, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 31-32 വാക്യത്തിൽ കാണാം, യജമാനനെ, നമ്മൾ കുഴിച്ച കിണറ്റില് വെള്ളം പൊങ്ങിയേ. എന്റെ ദൈവമേ, ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിന് അബിമേലെക്കിനോട് പകയുണ്ടായിരുന്നു. അവിടുന്ന് ഇറക്കിവിട്ട നിമിഷം മുതൽ, ആ ഇറക്കിവിട്ട നിമിഷം മുതൽ ഇസഹാക്കിന്റെ മനസ്സിൽ തീർത്താൽ തീരാത്ത പക ഇസഹാക്കിന്റെ മനസ്സുണ്ടായിരുന്നു അബിമേലെക്കിനോട്. അതിനാൽ ഇവര് പലയിടത്തും പോയി കിണർ കുത്തി, ഒരിടത്തുനിന്നും വെള്ളം കിട്ടിയില്ല. എന്നാലോ തന്റെ ശത്രുവായ അബിമേലെക്ക് വീട്ടിൽ വന്നപ്പോ അവനെ ഹൃദയപരമാർത്ഥതയോടെ സ്വീകരിച്ച് അവന് ഭക്ഷണം വിളമ്പി നല്ല മനസ്സോടെ കൊടുത്തപ്പോ ദൈവം സ്വർഗത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ തുറന്നു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഉദ്യമങ്ങള് പരാജയമാണ് അടയുന്നെങ്കിൽ എവിടെയാണ് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിയുക. എവിടെയാണ്? ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ ഞാൻ ദൈവത്തെ തേടും. എവിടെ വെച്ച് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പിടിപെട്ടുവോ അവിടെ ഞാൻ തേടണം ദൈവത്തെ, അവിടെ ഞാൻ തേടണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏസാവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഏസാവിനല്ലേ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലാനാവൂ? പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിന് അബിമേലെക്കിനോടുള്ള പകയുണ്ടായിരുന്നിടത്തോളം കാലം ഈ പ്രാർത്ഥന അവന് ചൊല്ലാനാകുമായിരുന്നോ? എന്നാൽ ഓർക്കണം, മനസ്സുകൊണ്ട് ശത്രുവിനെ സ്നേഹിച്ചപ്പോ മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങളും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിരിക്കുവിൻ എന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്പം ക്ഷമിക്കാൻ നാം തയ്യാറാകുമ്പോ മാരകമെന്ന് കരുതുന്ന പല രോഗങ്ങളും ഇതാ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന കാഴ്ച. ഉദാഹരണത്തിന് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് എന്തെന്ത് അത്ഭുതങ്ങള്, എത്രയോ മാരകമായ രോഗികള് ഇവിടെ വന്ന് തുള്ളിച്ചാടി എഴുന്നേറ്റ് കടന്നു പോകുന്ന കാഴ്ച കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. മലാക്കി പ്രവചനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു,
തൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിനക്ക് വേണ്ടി നീതി സുന്നതിക്കും അതിൻ്റെ ചിറകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ നിങ്ങൾ കുതിച്ചിയാടുമെന്ന്. അതെ, ഇന്ന് ഉദാസീനായി, രോഗം പിടിപെട്ട് തളർന്നവനായി, നടക്കാനാവാത്തവനായി നീ ഇരിക്കുന്നുവെങ്കിൽ നീ അല്പം ക്ഷമിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ നീർച്ചാല്, അനുഗ്രഹത്തിന്റെ നീർത്തുള്ളികൾ നിന്റെ മേൽ പതിക്കും. ദൈവം നിന്നെ കരം പിടിച്ചുയർത്തും. ഉയർത്തണമെങ്കിൽ നീ നിന്റെ കുറവുകളെ തമ്പുരാന് വിട്ടുകൊടുക്കുക. ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ആ സ്വർഗസ്ഥനായ പിതാവിന് എന്ന പ്രാർത്ഥനയുടെ അർത്ഥവും വ്യാപ്തിയും ആഴവും മനസ്സിലാക്കി, അതിലെ ദൈവസ്നേഹം മനസ്സിലാക്കി, അതിലെ പരസ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യത്തിൽ കാണാം. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 അല്ല 770 വട്ടമെന്ന്. 770 വട്ടമെന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ഷമിക്കാൻ, ഒരു വട്ടമല്ല. പ്രിയപ്പെട്ടവരെ, നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നമുണ്ടാകുന്ന മുറിയിൽ, ഉദാഹരണത്തിന് അവിടെ ഇരുന്ന ഒരു ഫാൻ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഫാൻ, അല്ലെങ്കിൽ ഒരു ഫ്ലവർ പീസ്, അന്ന് നീ അണിഞ്ഞ, നിന്റെ ശത്രു അണിഞ്ഞിരുന്ന വസ്ത്രം, ഈ വസ്ത്രം നീ എവിടെയെങ്കിലും പോയി ധ്യാനം കൂടി, ആ വ്യക്തിയോട് നീ നിരുപാധികം ക്ഷമിച്ചു. ആ ക്ഷമയെല്ലാം കഴിഞ്ഞ് ധ്യാനം കൂടിയതിൻ്റെ വെളിച്ചത്തിൽ, വചനം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ യോഹന്നാൻ 15:3 പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്യ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. അങ്ങനെ നീ ക്ഷമിച്ചു, നീ സ്നേഹിച്ചു, നിനക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടി, നീ ഭവനത്തിൽ വന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ആ ഒരു ഫ്ലവർ വേസ് നിന്റെ കണ്ണിൽപ്പെട്ടപ്പോൾ നീ ആ സംഭവം നിന്റെ മനസ്സിൽ ഓർമ്മ വരുന്നെങ്കിൽ നീ ആ സംഭവത്തോട് ക്ഷമിച്ചില്ല. അന്നണിഞ്ഞൊരു വസ്ത്രം, അതേ കളറിലൊരു വസ്ത്രം കാണുമ്പോൾ നീ ആ വ്യക്തിയെ ഓർമ്മയിൽ വരുന്നെങ്കിൽ നിന്റെ അന്തരാത്മാവില് ആ വ്യക്തിയോടുള്ള പക മാറിയിട്ടില്ല. സമയത്തോട് ക്ഷമിക്കണം, സാഹചര്യത്തോട് ക്ഷമിക്കണം, ആ വ്യക്തിയോട് ക്ഷമിക്കണം. അങ്ങനെ പൂർണ്ണമായിട്ട്, പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കുമ്പോഴാണ് നിനക്ക് ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തില് ഇതാ ഏസാവിനെ നമ്മൾ കണ്ടു. തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നമുക്ക് കാണാം, ജോസഫ് എന്ന് പറയുന്ന വ്യക്തി, ആ ജോസഫിന്റെ ജീവിതത്തിൽ സ്വന്തം സഹോദരങ്ങൾ അവന് വെറുത്തു. കാരണം എന്താണ്? അപ്പൻ അവന് കൈനീളമുള്ള കുപ്പായം വാങ്ങിക്കൊടുത്തു. അപ്പന്റെ മടിയിൽ എപ്പോഴും ഇരിക്കാൻ അവൻ അവസരം കിട്ടി. ഈ സാഹചര്യം കണ്ട് സഹോദരങ്ങൾക്ക് ജോസഫിനോട് പകയായി വെറുപ്പായി അവർ തീരുമാനിച്ചു, ഒരിക്കൽ കൃഷിയിടത്തിലായിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണവും കൊണ്ടുവന്ന സഹോദരനെ കണ്ടപ്പോൾ സഹോദരങ്ങൾ പറയാണ്, വരുന്നുണ്ട് അപ്പന്റെ പൊന്നുമകൻ, ഇവൻ കാരണമാണ് നമുക്ക് നമ്മുടെ അപ്പന്റെ മടിത്തട്ട് നഷ്ടപ്പെട്ടത്. അപ്പൻ അവന് മാത്രം കൈനീളമുള്ള കുപ്പായം, നമുക്കോ സ്ലീവ്ലെസ്, കൈയില്ലാത്ത കുപ്പായം. അവന് മാത്രം നീളമുള്ള കുപ്പായം, നമുക്ക് നീളം കുറയും, ഇവരെ നമുക്ക് കൊല്ലാം. അവർ തീരുമാനമെടുത്തു. അപ്പോൾ സഹോദരനായ റൂബൻ പറഞ്ഞു, വേണ്ട, കൊല്ലണ്ട, അവനെ പൊട്ടക്കിണറ്റിലെറിയാം. അപ്പോൾ റൂബൻ വിചാരിച്ചു കാണും, പൊട്ടക്കിണറ്റിലെറിഞ്ഞാൽ വൈകുന്നേരം വന്ന് എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്താമെന്ന് റൂബൻ ഒരുപക്ഷെ വിചാരിച്ചു കാണും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അവനെ പൊട്ടക്കിണറ്റിൽ എറിയാണ്ട് എടുക്കുന്ന നേരത്ത് പുത്തീഫറിന്റെ നാട്ടിൽ നിന്ന് വന്ന പട്ടുകച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് ജോസഫിന് വിൽക്കപ്പെടും നമ്മൾ കാണാം. ജോസഫിന്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ ജോസഫിന് 20 വെള്ളിക്കാശിന് വിൽക്കപ്പെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവനെ പുത്തീഫറിന്റെ ഭവനത്തിലെത്തിയപ്പോൾ പുത്തീഫറിന്റെ ഭവനത്തിന്റെ കാര്യസ്ഥനായിട്ട് അവനെ നിയമിക്കുന്നു. പുത്തീഫറിന്റെ ഭാര്യ അവന്റെ സൗന്ദര്യം കണ്ടപ്പോൾ, അവന്റെ അഴക് കണ്ടപ്പോൾ, അവന്റെ ആരോഗ്യം കണ്ടപ്പോൾ, മാത്രമല്ല ഇന്നലെ വരെ പുത്തീഫറിന്റെ ഭാര്യയുടെ എളിയിൽ കിടന്ന താക്കോൽ കൂട്ടം ഇന്നലെ വന്ന ചെക്കന്റെ എളിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ മുതൽ പുത്തീഫറിന്റെ ഭാര്യയ്ക്ക് അവനോട് പകയായി. ഇവനെ എങ്ങനെ ഒതുക്കണം, എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്ന് അവള് ദിവസങ്ങളായിട്ട് മനസ്സിൽ കണ്ടു നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തില് 39-ാം അധ്യായത്തിൽ കാണാം, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തില് അതിന്റെ 10 മുതലുള്ള വാക്യത്തില് പുത്തീഫറിന്റെ ഭാര്യ വന്നിട്ട് പറയാണ്, എടാ ജോസഫേ, ഇന്ന് ഈ ഭവനത്തിൽ നമ്മൾ രണ്ടുപേരും തനിച്ച, ഇത് നല്ലൊരു സാഹചര്യമാണ്, ഇതുപോലെ അവസരം ഇനി കിട്ടിയെന്ന് വരില്ല, വാ നമുക്ക് പാപം ചെയ്യാം. ബാല്യക്കാരെല്ലാം വെളിയിലാണ്, ജോലിക്കാരെല്ലാം പാടത്ത് പോയിരിക്കുകയാണ്, ഇവിടെ നമ്മൾ രണ്ടാളും തനിച്ച്. ജോസഫ് പറയാണ്, ഞാൻ തനിച്ചല്ല, ജീവനുള്ള ദൈവം എൻ്റെ കൂടെയുണ്ട്. അതേ മക്കളെ, ദൈവം കൂടെയുള്ളവന് ഒരിക്കലും തെറ്റ് ചെയ്യാനാവില്ല. ദൈവം കൂടെയുള്ളത് കൊണ്ട് ജോസഫ് അവളുടെ പിടിയിൽ അമരാതെ, അവിടെ ഇംഗിതത്തിന് വഴങ്ങാതെ അവളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവന്റെ വസ്ത്രത്തിൽ കടന്നു പിടിക്കുന്ന പുത്തീഫറിന്റെ ഭാര്യ, അവന്റെ ഭർത്താവ് വന്നു കഴിഞ്ഞ് പറയാണ്, നിങ്ങളില്ലാത്ത നേരം നോക്കി ഇതാ അവന്റെ വസ്ത്രമാണിത്, അവൻ എന്നോട് ശാരീരികമായി വേഴ്ചയിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ എന്നെ പീഡിപ്പിക്കാൻ വന്നു എന്ന് പറഞ്ഞ് കള്ളക്കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കേട്ട പുത്തീഫർ എല്ലാം മറന്ന് ജോസഫിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ജോസഫ് തന്നെ വിളിച്ച ദൈവത്തെ മറന്നില്ല. ആ ദൈവത്തോട് അവൻ അങ്ങനെ
നന്ദിയും സ്തുതിയും അർപ്പിച്ചു. പിന്നീടുള്ള സമയങ്ങളിൽ അവൻ ഇതാ ഫറവോന്റെ നാട്ടില് ഫറവോന്റെ അധികാരം, ഫറവോന്റെ മകളെ കെട്ടി ഫറവോന്റെ അധികാരത്തിലേക്ക് വരുന്ന ചരിത്രം നമ്മൾക്കറിയാം. ഇതെല്ലാം കഴിഞ്ഞ് 45-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, 41-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യത്തിൽ കാണാം. അവിടെ ജോസഫ് വിവാഹം കഴിച്ചു. ജോസഫിന്റെ ഭാര്യ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ആ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ രാജാവ് തൻ്റെ മക്കളെ കാണാനായിട്ട്, തൻ്റെ പ്രതിച്ഛായ കാണാനായിട്ട് വന്നു കഴിയുമ്പോൾ ആ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ജോസഫ് തൻ്റെ തൊട്ടിൽ കിടക്കുന്ന 2 കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കണ്ണ് കണ്ടപ്പോൾ തൻ്റെ സഹോദരങ്ങളെ ഓർമ്മ വന്നു എന്നാണ് ജോസഫിന്. ആ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ജോസഫിന് തൻ്റെ സഹോദരങ്ങളെ ഓർമ്മ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ കുഞ്ഞുങ്ങളില് ഒരുവന് മനാസെ എന്ന് പേരിട്ടു. 41-ാം അധ്യായം അതിന്റെ 51-ാം വാക്യത്തിൽ മനസ്സെ എന്ന വാക്കിന് എൻ്റെ പിതൃഭവനവും എൻ്റെ ഇന്നലെയുള്ള കട്ടപ്പാടുകളും എല്ലാം മറക്കാൻ അവൻ തൻ്റെ കടിഞ്ഞൂൽ പുത്രന് മനസ്സെ എന്ന് പേരിട്ടു. നിന്നെ തകർത്തവരും നിന്നെ ദ്രോഹിച്ചവരും നിന്നെ വഞ്ചിച്ചവരും ധാരാളം ഉണ്ടാകാം. മനസ്സെ അനുഭവം കൊണ്ട് മകനെ മകളെ ഇന്ന് നീ നിറയുമെങ്കിൽ നാളെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന കാണാം. ഇല്ല, ഈ രാത്രി നിന്റെ ജീവിതത്തിൽ എൻ്റെ തമ്പുരാൻ ഇടപെടുന്നത് നിനക്ക് കാണാൻ സാധിക്കും. മറക്കണം, എല്ലാം മറക്കണം. മനസ്സെ അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ 45-ാം അധ്യായത്തിൽ വീണ്ടും വരുമ്പോൾ രാജാവായിട്ട് ജോസഫ് അവിടെ ആ പുത്തിയൂറിൻ്റെ നാട്ടില് രാജാവായിട്ടിരിക്കുമ്പോൾ തൻ്റെ സഹോദരങ്ങൾ വന്ന് ഭിക്ഷാപാത്രമായിട്ട് നിൽക്കുമ്പോൾ ജോസഫ് പോയി അന്തപുരത്തിൽ തൻ്റെ സഹോദരങ്ങൾക്ക് വന്ന ദുർഗതി ഓർത്ത് വിലപിക്കുന്നത് കാണാം. രാജാവ് കരഞ്ഞു തുടങ്ങിയപ്പോൾ കരച്ചിൽ കേട്ട പ്രജകൾ കരയാൻ തുടങ്ങി, ഭടന്മാർ കരയാൻ തുടങ്ങി, നാട് മുഴുവൻ കരച്ചിലായി. കാര്യമെന്താണെന്ന് ആർക്കും അറിയില്ല. ഒടുവിൽ ജോസഫ് വന്ന എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ട് 45-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. കേട്ടപാടേ ഇതാ മക്കളുടെ സഹോദരങ്ങളുടെയൊക്കെ മുട്ടുകാല് വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ സംഭ്രമിക്കേണ്ട. നമ്മുടെ ദൈവം അനാദിയിലെ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മുൻപേ എന്നെ ഇവിടെ അയച്ചതാണ്. ഇതുപോലെ ക്ഷമിക്കാൻ നമുക്ക് കഴിയുമോ? ജോസഫ് ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ മക്കളെ, അനുഗ്രഹം നിൻ്റെ പടിവാതിക്കലുണ്ട്. നമുക്ക് ക്ഷമിക്കാം, ക്ഷമിച്ച് സ്നേഹിച്ച് നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം. 1 പത്രോസ് 3:9 പറഞ്ഞു, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നാം. അതേ മക്കളെ, അനുഗ്രഹം എത്തിപ്പിടിക്കുവാൻ വിളിക്കപ്പെട്ടവരായ നമുക്ക് നമ്മുടെ ദൈവത്തോട് ചേർന്ന് നമുക്ക് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മുൻപിൽ ഒരു ഗുണപാഠമായി, ഒരു പളുങ്കായി, പവിഴമായി കാഴ്ചവെക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്ഷമിക്കുവാനുള്ള സ്നേഹം കൊണ്ട്, ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് എൻ്റെ തമ്പുരാൻ നിങ്ങളെ സമൃദ്ധി നിറയ്ക്കട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.